നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങളിൽ സിനിമാ പ്രേമികൾക്ക് വളരെ പരിചിതമായൊരു പേരാണ് ശ്രീ ശാന്തിവിള ദിനേശ്. അദ്ദേഹം സിനിമാ സംവിധായകനായിരുന്നു, സഹസംവിധായകനായിട്ട് ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം മാക്ട, ഫെഫ്ക പോലുള്ള ചലച്ചിത്ര സംഘടനകളിൽ അതിലെ ആദ്യകാല പ്രവർത്തകനും അതിൻ്റെ സ്ഥാപക അംഗങ്ങളിലുമൊക്കെ ഒരാളായിരുന്നു. ഡയറക്ടർ ബോർഡിലുമൊക്കെ മെമ്പറായിരുന്ന ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ വളരെ പ്രചാരം നേടിയ ഒരു യൂട്യൂബ് ചാനലും ചലച്ചിത്ര സംബന്ധിയായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചലച്ചിത്ര പ്രേമികളുടെ ഇടയിൽ വളരെ പ്രചാരമുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംബന്ധിയായിട്ടുള്ള വിവരങ്ങളും കൊച്ചു നുറുങ്ങ് വിശേഷങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നത് എനിക്കും വളരെ ഇഷ്ടമാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് രാഷ്ട്രീയം പൊങ്ങി വരും. കാരണം അദ്ദേഹത്തിന് യാതൊരു പരിചയമോ അല്ലെങ്കിൽ ഒരു വീക്ഷണകോണോ ഇല്ലാതെ ഒരു തനി അന്തംഗമ്മി നിലവാരത്തിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും പുറത്തു വരുന്നത്. അത് എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പഴയ ചലച്ചിത്ര മാസികകൾ അല്ലെങ്കിൽ വാരികകളുടെ ഒരു വൻ ശേഖരം തന്നെയുണ്ട്. അവയിൽ നിന്ന് പഴയ പ്രേം നസീർ സാറിൻ്റെ കാലത്ത് ഉള്ള വിവരങ്ങളായാലോ, ചലച്ചിത്രങ്ങളെ അക്കാലത്തുള്ള ചലച്ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള രസകരമായ വിവരങ്ങളായാലോ ഒക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് വളരെ രസകരമായ ഒരു കാഴ്ച അനുഭവമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ചലച്ചിത്ര സംബന്ധിയായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ രാഷ്ട്രീയം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഈ ഒരു അന്തംഗമ്മി എന്ന് തന്നെ പറയാവുന്ന ഞാനൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഏറ് പിടിച്ച് നടക്കുന്ന യാതൊരു പ്രയോജനവുമില്ലാത്ത എന്നാൽ തനി മൂരാച്ചിയും പിന്തിരിപ്പനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വ്യക്തിത്വം നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ? ഏതാണ്ട് അതേ മനോഭാവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി അനുഭവപ്പെട്ടിട്ടുള്ളത്. തന്നെയുമല്ല, അദ്ദേഹത്തിന് മറ്റൊരു സവിശേഷത ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു വൈര്യനിര്യാതര ബുദ്ധി എന്ന് പറയും. അതായത് അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ഒരാളെ എന്ത് വില കൊടുത്തും അപമാനിക്കുക, വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതിലേറ്റവും വലിയ ഉദാഹരണം ശ്രീ സുരേഷ് ഗോപിയാണ്. സഹമന്ത്രിയായ സുരേഷ് ഗോപി, തൃശ്ശൂർ MP ആയ സുരേഷ് ഗോപി. അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. അതാണ് ഈ വിഷയം എടുക്കുവാനുള്ള കാരണം. അല്ലാതെ ചലച്ചിത്ര സംബന്ധിയായ ഒരു വാർത്തയല്ലത്, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനമോ ഒരു നിരീക്ഷണമോ അല്ല ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവയ്ക്കുകയുണ്ടായി. ശ്രീ പ്രേംകുമാർ ഇടതുപക്ഷം വിട്ട് കഴക്കൂട്ടത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ളൊരു സാധ്യത മുന്നിൽ തെളിയുന്നത് സംബന്ധിച്ച് ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് വൈസ് ചെയർമാനായുള്ള പ്രേംകുമാറിൻ്റെ പടിയിറക്കം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരു ദീർഘമായിട്ടുള്ളൊരു വീഡിയോ തന്നെ അദ്ദേഹം ചെയ്യുകയുണ്ടായി. ആ പരാമർശത്തിൻ്റെ ഇടയിലും സുരേഷ് ഗോപി കടന്നു വന്നു, ഒരാവശ്യവുമില്ലാതെ. അതിലേക്ക് ഞാൻ വരാൻ. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയണം. ഇടതുപക്ഷത്തെയും അദ്ദേഹം വിമർശിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷത്തെ വിമർശിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കും എന്നുള്ള തരത്തിലാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ഈ AK ബാലൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിലെ ഡയറക്ടർ ബോർഡിലെ അംഗമായിരുന്നു ശ്രീ ശാന്തിവിള ദിനേശ്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഒരു താൻപോരിമ കാണിക്കാനായി AK ബാലനെ പല കാര്യത്തിൽ വിമർശിക്കുകയും തുടർന്ന് ഇടതുപക്ഷ സർക്കാർ ചലച്ചിത്രമേളകൾക്കോ അല്ലെങ്കിൽ അവർ ആസൂത്രണം ചെയ്യുന്ന പരിപാടികൾക്കോ സാംസ്കാരിക പരിപാടികൾക്കോ ഒരിടത്തും ഇദ്ദേഹത്തെ ക്ഷണിക്കാതായി, ആ പരിസരത്ത് പോലും അടുപ്പിക്കാതായി എന്നുള്ളതാണ് വസ്തുത. എന്നാലും പലയിടത്തും അദ്ദേഹം ചെല്ലാറുണ്ട്. ഞാൻ പോകും, പക്ഷേ എനിക്കിങ്ങനെയൊന്നും പാസ്സൊന്നും വേണ്ട. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം രീതി. എന്നെ അവർ വിളിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പോകും. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസരത്തിൽ അദ്ദേഹം ഇടതുപക്ഷത്തെയും വിമർശിക്കും. എന്നാൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, ഒരു രാഷ്ട്രീയ നേതാവിനെ ഇവനെന്നൊന്നും വിളിക്കാൻ പാടില്ല. തൊട്ട് അടുത്ത ശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ ചാനലിലോ മറ്റേതെങ്കിലും ഒരു ചാനലിൽ VD സതീശൻ അവനൊരു വിവരമില്ലാത്തൊരുത്തനാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ നടപടിക്രമം അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതി. ഈ ഒരു ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ താൻ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ് എന്ന് വിട്ടുപോയിട്ട് അല്ലെങ്കിൽ ഒരു അമർഷം വന്ന് ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുമ്പോൾ എന്നാലത് ശരിക്ക് പ്രകടിപ്പിക്കുവാനുള്ളൊരു അവസരവുമില്ല, അതിനുള്ള കഴിവുമില്ലാത്തൊരാൾ ചെയ്യുന്ന രീതികളിലുള്ളൊരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തു വരുന്നത്. ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല സാംസ്കാരിക മന്ത്രിമാരിൽ ഒരാളായിരുന്നു MA ബേബി. ബേബിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് അദ്ദേഹം കാണുന്നത് സാംസ്കാരിക ക്ഷേമ നിധി പെൻഷൻ
കൊണ്ടുവന്നു എന്നുള്ളതാണ്. 1000 രൂപ കൊണ്ടുവന്നു. പിന്നെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി പി ശ്രീകുമാർ ഇരുന്ന കാലത്ത് അത് 4000 രൂപയാക്കി ഇത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സാംസ്കാരിക ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ബക്കറ്റ് പിരിച്ച ഫണ്ടിൽ നിന്നല്ല, ജനങ്ങളുടെ പണത്തിൽ നിന്നാണ്. അത് ഒരു കുഴപ്പവുമില്ല. അർഹതപ്പെട്ടവർക്ക് കലാരംഗത്ത് പ്രവർത്തിച്ച് ഇന്ന് ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത കലാകാരന്മാർക്ക് അത് ഇത്തരം പെൻഷൻ നൽകുന്നതിൽ ഒരു 4000 രൂപ നിസ്സാര തുകയായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ, പക്ഷേ അവർക്കതൊരു വലിയ തുകയായിരിക്കും. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതാരാണ് ഈ പെൻഷൻ നേടിയെടുക്കുന്നത് എന്നത് സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുൻപ് പറഞ്ഞത് എന്താണ് എന്നുള്ള ബോധമോ ബോധ്യമോ ഇല്ലാതെ അതിനെ തന്നെ ഘടകവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം പറയുന്നത്. ഇതൊരു നല്ല കാര്യമാണ് എന്ന് പറയുന്ന ശ്രീ ശാന്തിവിള ദിനേശ് അടുത്ത ശ്വാസത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ഏതെങ്കിലും വീഡിയോയിലോ പറയും ഈ സാംസ്കാരിക ക്ഷേമനിധി പെൻഷൻ ഇപ്പോൾ നേടിയെടുക്കുന്നത് പ്രേം നസീറിൻ്റെ മകനായ ഷാനവാസിനെ പോലുള്ളവരാണ്. അതായത് അനർഹരാണ് പലരും ഇത് നേടിയെടുക്കുന്നത് എന്നും അദ്ദേഹം പറയും. അപ്പോൾ അത് അനർഹർക്ക് ഇത്തരത്തിലുള്ള ജനത്തിൻ്റെ പണമെടുത്ത് വിതരണം ചെയ്യുവാനുള്ളൊരു സംവിധാനമാണ് ഫലത്തിൽ MA ബേബി തുടങ്ങി വെച്ചത് എന്ന് ഉള്ളത് വാസ്തവമാണ്. ഇനി MA ബേബിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ക്രൈം നന്ദകുമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ഔന്നത്യത്തെക്കുറിച്ച് കോടതിയിൽ തന്നെ പല കാര്യങ്ങളും തെളിയിച്ചിട്ടുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖകൾ നിരത്തി സ്ഥാപിച്ചിട്ടുള്ളതാണ്. ക്രൈം നന്ദകുമാർ കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനാണ് എന്ന് അല്ല ഞാൻ പറയുന്നത്. പക്ഷേ കിളിരൂർ കേസ് സംബന്ധിച്ച് അല്ലെങ്കിൽ VIP ആരായിരുന്നു എന്നുള്ള കേരളത്തിൻ്റെ ചോദ്യത്തിന് ഏതാണ്ടൊരു ഉത്തരം കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ MA ബേബി കൊടുത്ത മാനനഷ്ട കേസിൽ അവസാനം MA ബേബി ഞാൻ വടി കൊടുത്ത് അടി വാങ്ങി എന്ന് പറഞ്ഞ് കോടതിയിൽ തലകറങ്ങി വീഴുന്ന ഒരവസ്ഥയിൽ വരെ എത്തി എന്നുള്ളതാണ് കോടതിക്കകത്തു നിന്ന് ക്രൈം നന്ദകുമാർ തന്നെ പങ്കുവച്ച വാർത്ത. ഞാൻ പറയുന്നതല്ല, ക്രൈം നന്ദകുമാറിൻ്റെ ചാനലിൽ നിങ്ങൾക്കത് കാണാം, അതിൻ്റെ വിശദാംശങ്ങൾ. അപ്പോൾ അത്രയും സാംസ്കാരിക ഔന്നത്യമുള്ളൊരു വ്യക്തിയാണ് ശ്രീ MA ബേബി. തന്നെയുമല്ല, അദ്ദേഹം സ്വരലയ എന്നൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ ഉജ്ജ്വലമായിരുന്നത് കൊണ്ടാണ് കുറേ കാലത്തേക്ക് അദ്ദേഹത്തെ കേരളത്തിലേക്ക് അടുപ്പിക്കാത്തത് എന്ന് സഖാക്കൾ തന്നെ അടക്കം പറയുന്നുണ്ട്. ഇത്രയും സാംസ്കാരിക ഔന്നത്യമുള്ള MA ബേബിയാണ് ശ്രീ ശാന്തിവിള ദിനേശിൻ്റെ കണ്ണിൽ ഏറ്റവും മികച്ച സാംസ്കാരിക മന്ത്രിമാരിൽ ഒരാൾ. പക്ഷേ ഒരു കാര്യം അദ്ദേഹം സത്യസന്ധമായി പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അദ്ദേഹം സത്യസന്ധമായി പറയാറുണ്ട്, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. TM ജേക്കബാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സാംസ്കാരിക മന്ത്രിമാരിൽ ഒരാൾ. കാരണം ക്രിയാത്മകമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ. അതിൻ്റെ കാരണമുണ്ട്. കാരണം TM ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയക്കാരൻ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്ഥാപിത താല്പര്യം, പാർട്ടിക്ക് എന്തെങ്കിലും ഫണ്ട് പിരിവോ അങ്ങനെ എന്തെങ്കിലും ഗുണമോ ഇല്ലാത്ത മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലകളിൽ വളരെയധികം പ്രവർത്തന മികവോടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. അതിന് സംശയമൊന്നുമില്ല. ആ ഒരു സർട്ടിഫിക്കറ്റ് ശാന്തിവിള ദിനേശൻ്റെ വളരെ കൃത്യമായൊരു സർട്ടിഫിക്കറ്റ് ദാനമാണ് അദ്ദേഹം നടത്തിയതെന്ന് പറയാതെ വയ്യ. പക്ഷേ MA ബേബിയുടെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞു. ഇനി പ്രേംകുമാറിലേക്ക് തിരിച്ചു വന്നാൽ, പ്രേംകുമാർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് കോൺഗ്രസ്സിലേക്ക് ചേക്കേറുമെന്നുള്ളൊരവസ്ഥയിൽ പ്രേംകുമാറിനെ കുറിച്ച് കുറച്ച് നല്ലത് പറഞ്ഞ് പ്രേംകുമാറിനെ വിമർശിച്ച് പ്രേംകുമാർ ഇനി കഴക്കൂട്ടത് ജയിച്ചാൽ തന്നെ സാംസ്കാരിക മന്ത്രിയാവും, ഇപ്പോഴങ്ങ് ചെന്നാൽ മതി, സതീശൻ ഉടനെ ആക്കും കേട്ടോ എന്നുള്ള രീതിയിൽ ഒരു വരി ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുക്കള അപ്പുറത്തിരുന്നുള്ളൊരു പരദൂഷണം പറച്ചിലുണ്ട്. ആ രീതിയിലുള്ളൊരു പറച്ചിലാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. സുരേഷ് ഗോപി ഇടയ്ക്ക് ഒരു കാര്യമില്ലാതെ നമ്മുടെ നാട്ടിൽ സഹമന്ത്രി എന്നൊക്കെ പറയുമെങ്കിൽ പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ലാതെ നടക്കുന്ന സുരേഷ് ഗോപി ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു പ്രേമൻ വൈസ് ചെയർമാൻ ആയിരുന്ന സമയത്ത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം രഞ്ജിത്ത് അദ്ദേഹത്തെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. സംവിധായകൻ രഞ്ജിത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ശ്രീ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായിരുന്ന സമയത്ത് ചെയർമാനായിരുന്ന ശ്രീ രഞ്ജിത്ത്, ദേവാസുരത്തിൻ്റെ ഉൾപ്പെടെ തിരക്കഥ എഴുതിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം പ്രേംകുമാറിനെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. എവിടെയെങ്കിലും പോയി റീത്ത് വയ്ക്കാൻ, കാരണം അതിനൊന്നും രഞ്ജിത്ത് വരില്ലായിരുന്നു. അതിനും പിന്നെ ചില ചലച്ചിത്രോത്സവങ്ങൾ നടത്താനുമൊക്കെ, പിന്നെ ചലച്ചിത്രോത്സവം ഏതാണ്ടൊക്കെ പ്രേമൻ വൃത്തിയായി നടത്തി, അത് പറയണം എന്നൊക്കെ പറഞ്ഞ് പ്രേംകുമാറിനെ കുറച്ച് നല്ലത് പറയും. 2 നല്ലത് പറഞ്ഞാൽ 4 കൊള്ളരുതായ്മ പറയും. അതിനിടയിൽ സുരേഷ് ഗോപിയെക്കുറിച്ചൊരു പ്രസ്താവന അദ്ദേഹം നടത്തി. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ചൊരു അധികാരമൊത്തുമില്ലാത്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ അദ്ദേഹം അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു പ്രവണതയല്ല, അല്ലെങ്കിൽ ഒരു പ്രക്രിയയല്ല. സുരേഷ് ഗോപിയുമായിട്ട് താൻ വലിയ സൗഹൃദമാണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുരേഷ് ഗോപി ഈ
ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെ ഒരു 2 കൈപ്പാടകലെ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അകലെ നിർത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്, ഗുരുവായൂർ വെച്ച് നടന്ന വിവാഹത്തിന് ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. അത് സംബന്ധിച്ച് ഒരു വീഡിയോയിൽ ഏതാണ്ട് ഒരു 15 മിനിറ്റോളം സുരേഷ് ഗോപി ചേട്ടൻ എന്നെ വിളിച്ചില്ല, എനിക്ക് പരാതിയൊന്നുമില്ല, എന്നാലും വിളിക്കാത്ത എന്താണോ എന്തോ, പക്ഷേ അവിടെ സദ്യയിലൊക്കെ ഭയങ്കര അടിയും പിടിയൊക്കെ ആയിരുന്നെന്ന് കേട്ട ഗോകുൽ കയറി അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നാണ് ഞാൻ കേട്ടത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന ഒരു ചടങ്ങിൽ, മംഗളകരമായുള്ളൊരു ചടങ്ങിൽ സുരേഷ് ഗോപി ഏതെങ്കിലും തരത്തിൽ അകറ്റി നിർത്താമെങ്കിൽ അകറ്റി നിർത്താമെന്ന് കരുതുന്ന ഒരു വ്യക്തിയെ വിളിക്കാതിരുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. അതിൽ ശാന്തിവിള ദിനേശിന് പരാതി ഉണ്ടാവുന്നതിലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ അതിങ്ങനെ പ്രകടിപ്പിച്ച് ഈ കിട്ടാത്ത മന്ത്രി പൊളിക്കുമെന്നുള്ള തരത്തിലുള്ള മനോഭാവത്തിനും പ്രശ്നമില്ല. പക്ഷേ ഈ മനോഭാവത്തിൽ നിന്ന് ഇതിങ്ങനെ പൊളിച്ച് തകട്ടി വന്ന് എല്ലാ വീഡിയോയിലും സുരേഷ് ഗോപി കുറിയൊക്കെ അടിച്ചിങ്ങനെ നടക്കുകയാണ്, മസിലൊക്കെ പിടിച്ച്. തൃശ്ശൂർ കലിങ്കിൻ്റെ മുകളിലിരുന്ന് തമ്പുരാൻ കാല് തൊട്ട് ബന്ധിപ്പിച്ചു, ഞാനായിരുന്നെങ്കിൽ കാല് മടക്കി അടിച്ചു കൊടുത്തേനെ, അങ്ങ് ചെന്നാൽ മതി. കാല് മടക്കി അടിക്കാനായിട്ട് മടക്കുന്നതേ ഓർമ്മ കാണൂ എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതിനേക്കാളുമൊക്കെ മഹാവൃത്തികെട്ടൊരു ആരോപണം അദ്ദേഹം ഈ ശാന്തിവിള കഴിഞ്ഞൊരു വീഡിയോയിൽ, അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സിനിമാ സംബന്ധിയായിട്ടുള്ള വിശേഷങ്ങൾക്കായി അദ്ദേഹത്തിൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നൊരു വ്യക്തിയാണ്. അതിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു മഹാവൃത്തികെട്ട ആരോപണം, തൃശ്ശൂരേക്ക് സുരേഷ് ഗോപിയുടെ ഭാര്യയുടെ വോട്ട് വരെ മാറ്റി നിസ്സാര വോട്ടിന് ജയിച്ചല്ലോ. 70,000 വോട്ടെന്ന് പറയുന്നത് നിസ്സാര വോട്ടായി കാണുന്നതാണ് ഈ വ്യക്തിയുടെ രാഷ്ട്രീയ പ്രബുദ്ധത. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് രാഷ്ട്രീയ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഞാനൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ സത്യം മാത്രമേ, അതുകൊണ്ട് കേട്ടോ, കാരണം ഇടയ്ക്കിടയ്ക്ക് പുള്ളി അങ്ങ് പറയും ഞാൻ സത്യം മാത്രമേ പറയൂ, സത്യം മാത്രമേ പറയൂ. ലോകത്തെ ഏറ്റവും വലിയ കള്ളന്മാരുടെ ഒരു ലക്ഷണമാണ് ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ കേട്ടോ, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ കേട്ടോ. ഇത് പറഞ്ഞിട്ട് സുരേഷ് ഗോപി സ്വന്തം ഭാര്യയുടെ വോട്ട് വരെ അങ്ങോട്ട് മാറ്റി. ഭാരതത്തിലെ ഏതൊരു ദേശത്തേക്കും അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തേക്കും ഏതൊരു നഗരത്തിലേക്കും താമസം മാറി വോട്ടവകാശം അങ്ങോട്ടേക്ക് മാറ്റുവാനുള്ള സ്വാഭാവികമായ അവകാശം ഭാരത പൗരനുണ്ട് എന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണോ ശാന്തിവിള ദിനേശനെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അങ്ങനെയല്ല. കാരണം ഇത്രയും കാലത്ത് ജീവിതാനുഭവമെങ്കിലും ഉണ്ടല്ലോ. അന്തം കമ്മിയാണെന്നുള്ള വിടട്ടെ, മിനിമം ഒരു 50-55 വയസ്സ് വരെ ജീവിച്ചൊരു വ്യക്തിയല്ലേ, അതിൻ്റെ ഒരു മിനിമം സാമാന്യബോധമെങ്കിലും ഉണ്ടാകണമല്ലോ. ഉണ്ടെന്ന് ഉള്ള ധാരണയിൽ അദ്ദേഹം അത് മറച്ചു പിടിക്കുകയാണ്. ഈ സത്യം അറിയാമെങ്കിലും അത് മറച്ചു പിടിച്ച് എന്തെങ്കിലും പറഞ്ഞ് സുരേഷ് ഗോപിയുടെ മേലിൽ നമുക്കുള്ളൊരു ചൊരുക്കങ്ങ് തീർക്കാം, ഈ ചൊരുക്കെന്ന് പറയും തിരുവനന്തപുരത്തൊക്കെ, അതങ്ങ് തീർക്കാം എന്നുള്ള രീതിയിൽ എല്ലാ വീഡിയോയിലും ഇങ്ങനെ നിരന്തരമായിട്ട്. സുരേഷ് ഗോപി ആണെങ്കിൽ ഇത് കണ്ട ഭാവമോ കേട്ട ഭാവമോ നടിക്കുന്നോ ഇല്ല. ഒരു എന്താ പറയുക, അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും ഒരിടത്ത് അടുപ്പിക്കുന്നില്ല, കോൺഗ്രസ്സിൽ അങ്ങ് പോകാനൊട്ട് വയ്യ, അതിൻ്റെ പരിഭവം പറഞ്ഞ് ഒന്നുമായില്ല ജീവിതത്തിൽ. കാരണം ഒരു സിനിമയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ പേരിൽ തന്നെ ട്രോളന്മാർ ഏതാണ്ട് ശാന്തിവിള സ്പീൽബർഗ് എന്നും ശാന്തിവിള നോളൻ എന്നുമൊക്കെ വിളിച്ച് പരിഹസിക്കുന്ന ഒരു വ്യക്തിത്വം. അപ്പോൾ ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിഞ്ഞില്ല, അതിൻ്റെ ഒരു അമർഷവും അപകർഷതാബോധവും ഒക്കെ ഉള്ളിൽ കാണും. അങ്ങനെയൊക്കെ കരുതിയായിരിക്കണം സുരേഷ് ഗോപിയുടെ സഹതാപത്തിൻ്റെ പേരിൽ ഒരു വാക്ക് പോലും ചീപ്പോ എന്ന് പോലും പറയാതെ വിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കാരണം സുരേഷ് ഗോപിയെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയിപ്പിക്കണം. കാരണം അതിൻ്റെ പേരിൽ കൂടി ഒരു 10 തിരിച്ച് പറഞ്ഞ് ഒരു 4 പ്രേക്ഷകരെ കൂടെ കൂട്ടാം എന്നുള്ളൊരു മനോഭാവമായിരിക്കണം അദ്ദേഹത്തിന്. ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്, അതായിരിക്കണം. അത് ഫലിക്കുന്നില്ല, അതിൻ്റെ അമർഷം കൂടി വരും. വീണ്ടും ഈ പൊളിച്ചത് കേട്ടാൽ എന്താ ഒരുമാതിരി ഈ അസിഡിറ്റി എന്നല്ല, ഒരു സൾഫ്യൂറിക് ആസിഡായിട്ട് പൊളിച്ചത് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരമൊരവസ്ഥയിൽ ഏതാണ്ട് ശാന്തിവിള ഒരു ഭ്രാന്ത് വിളിയായിട്ട് മാറി പോകുന്നു. ശാന്തിവിളയുടെ ജൽപ്പനങ്ങൾ, രാഷ്ട്രീയ ജൽപ്പനങ്ങൾ, സിനിമാ കാര്യമല്ല ഞാൻ പറഞ്ഞു. സിനിമാ രംഗത്തെക്കുറിച്ചും അദ്ദേഹം തമിഴ് സിനിമയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ വളരെ തമാശപരമാണ്. കണ്ണദാസനെ പോലുള്ള കവികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനങ്ങൾ പറയുന്നത് വളരെ ഹാസ്യാത്മകമാണ്, പരിഹാസ്യമാണെന്ന് തന്നെ പറയാം. പക്ഷേ അത് വിടാം നമുക്ക്. പക്ഷേ മലയാള സിനിമാ സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ ചലച്ചിത്ര മാസികകളിൽ നിന്നും വാരികകളിൽ നിന്നും അദ്ദേഹം പങ്കുവയ്ക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധത തീരെയില്ലാത്ത ഒരു അടിസ്ഥാന അന്തം കമ്മിയായ, എന്നാൽ സ്വയം ഞാൻ പരന്ന വായനയുള്ള ബുദ്ധിജീവിയായ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ, എയർ കോട്ട്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് ശാന്തിവിള ദിനേശൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ സത്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ, അത് നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, പക്ഷെ സത്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്ന് ഓരോ ശ്വാസത്തിൻ്റെയും ഇടവേളകളിൽ പറയുന്ന, എന്നാൽ അധികം സത്യമൊന്നും പറയാത്ത, രാഷ്ട്രീയ സംബന്ധമായിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഒരു വ്യക്തിയുടെ
ജൽപ്പനങ്ങളായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ തുടർച്ചയായിട്ടുള്ള ഇത്തരം ഒരു ആക്രമണം ശ്രീ സുരേഷ് ഗോപി അവഗണിച്ചാലും അവഗണിക്കാൻ പാടില്ലാത്തൊരു വസ്തുതയാണ് എന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഇത്രയും വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. ഒരു ക്രോഡീകരിച്ച് ഒരു അടുക്കും ചിട്ടയോടുകൂടിയാണോ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ തന്നെ പറയും. പക്ഷേ ഏതാണ്ട് ഒരുവിധപ്പെട്ട വികാരങ്ങളെല്ലാം പങ്കുവെച്ചു എന്ന് വിശ്വസിക്കുന്നു. പങ്കുവെച്ചിട്ടില്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ പങ്കുവയ്ക്കാം. പക്ഷേ അത് കൂടുതൽ പങ്കുവയ്ക്കുന്നത് അതിനർഹനാണോ ഈ വ്യക്തി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ശാന്തിവിള നോളനെക്കുറിച്ച് തൽക്കാലം ഇത്രമാത്രം നിർത്തുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.